CPM തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയത്ത് എം സ്വരാജിന് സീറ്റില്ല, പി സരിന് സീറ്റില്ല. ഇവരൊക്കെ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിടത്തു നിന്നും ഇവരെല്ലാം മത്സര രംഗത്ത് നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജയിക്കിന് സീറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് CPMൽ യുവമുഖങ്ങൾ എന്ന് കാണിക്കാൻ സാധിക്കുന്ന കുറച്ചു പേരാണ് ഈ പറയുന്നവർ. അവർക്ക് പോലും സീറ്റ് നൽകാതെ വീണ്ടും ഈ പറയുന്ന കടൽ കിഴവന്മാർ തന്നെ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിജയ സാധ്യത ഉറപ്പുള്ള പലയിടങ്ങളിലും പല മുതിർന്ന നല്ല CPM നേതാക്കന്മാരെയും മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPM ചോദിച്ചു പോവുകയാണ്, CPM എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ CPMന്റെ നേതൃത്വം എന്തുകൊണ്ട് ഇത്രത്തോളം അധപതിച്ചു പോയി എന്നുള്ളത്. എന്തുകൊണ്ട് വിജയം ഉറപ്പാക്കാൻ ഇവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തുടർഭരണം ഇവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ലേ, അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊളിച്ചുപണി CPM ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. CPM തന്നെ അവരുടെ നാശത്തിനുള്ള കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ? പക്ഷെ തൊട്ടതെല്ലാം പിഴച്ചൊരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ഓവർ കോൺഫിഡൻസ് ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാനതല നേതാക്കൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാവും, ഒരിക്കൽ കൂടി ഒരു ഭരണത്തിൽ വരും, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർക്ക് ഒത്തൊരുമയില്ല, അവർ എങ്ങും എത്തില്ല എന്നൊക്കെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് CPM ഉണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം ഇപ്പോൾ തിരിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തല തിരിഞ്ഞു അവരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് CPM പറഞ്ഞുകൊണ്ടിരുന്ന, കോൺഗ്രസിന്റെ കുറ്റം പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ CPM പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയായിരുന്നു CPMൽ അവർ കണ്ടിരുന്ന കുറ്റങ്ങൾ, അതെല്ലാം ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. ഈ പറയുന്ന പരസ്പരം ഒരു അഭിപ്രായം പറയുമ്പോൾ പോലും അവിടെ വഴക്ക് നടക്കുന്ന നിലയിലേക്ക് CPM മാറിക്കൊണ്ടിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതെ കുറ്റപ്പെടുത്തിയിരുന്നത് അത് നേരെ തിരിച്ചവർക്ക് വന്നു. അതെ, സീറ്റിന് വേണ്ടിയുള്ള തർക്കങ്ങൾ തുടരുന്നു, നല്ല നേതാക്കന്മാരെ മാറ്റി നിർത്തുന്നു. ഇവിടെ പലർക്കും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വയം മാറി ഈ പറയുന്ന കുടുംബവാഴ്ചയിൽ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിരുന്ന പലരും സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി സീറ്റ് അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ CPM ആകെ മൊത്തം ഒരു അഴകുഴഞ്ചൻ പരുവത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഏറെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്രിമിനൽ കേസുകളിലും അതുപോലെ തന്നെ പല കേസുകളിലും പ്രതികളായിട്ടുള്ള ഫണ്ട് തട്ടിപ്പിലും അതുപോലെയുള്ള തട്ടിപ്പുകളിലും കാരണക്കാരായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതികളായിട്ടുള്ള പലരുമാണ് ഇന്നിപ്പോൾ ഈ CPMന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ വരുന്നത്. ഈ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു പയ്യന്നൂരിൽ ധനരാജ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് TI മധുസൂദനനെ മത്സര രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. അദ്ദേഹം വീണ്ടും ഇനിയും മത്സരിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ AC മൊയ്തീൻ, നമുക്കറിയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കേസിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് AC മൊയ്തീൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇനിയിപ്പോൾ പത്മകുമാർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായും പത്മകുമാറിന് ചിലപ്പോൾ സീറ്റ് നൽകാൻ സാധ്യതയുണ്ട്. വലിയൊരു ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ വലിയൊരു കൊള്ളയിൽ പ്രധാനി എന്ന് പറയപ്പെടുന്ന കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് കൊടുക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രതികളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ചിലരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് CPM വഴങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ പാർട്ടിയെ വല്ലാണ്ട് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏത് ഒരു ഉപജാപ സംഘമാണ് ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയ കടകംപള്ളി സുരേന്ദ്രൻ അല്ലാതെ കഴക്കൂട്ടത്ത് മറ്റൊരു മുഖം മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞ് ഈ സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ആ ബോധ്യപ്പെടുത്തൽ അതേപടി വിഴുങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുന്നംകുളത്ത് AC മൊയ്തീൻ എന്ന് പറയുന്ന നേതാവ്, AC മൊയ്തീൻ എങ്ങനെയാണ് ഒരു സാധാരണ ബ്രാഞ്ച് അംഗമായിരിക്കുമ്പോഴാണ് മുരളീധരൻ KPC പ്രസിഡന്റ് ആയിരുന്ന മുരളീധരനെ, ഞാൻ പറയുന്ന ഒരു അല്പ ചരിത്രമാണ്, മുരളീധരനെ വൈദ്യുത മന്ത്രിയാക്കിയിട്ട് 6 മാസത്തിനകത്ത് അദ്ദേഹത്തിന് വീണ്ടും ആന്റണി സർക്കാരിന്റെ കാലത്ത് നടന്നൊരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മന്ത്രിയാക്കാനായി 6 മാസം കഴിഞ്ഞിട്ട്, അതായത് KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മന്ത്രിയാക്കി, അതൊക്കെ അവരുടെ പാർട്ടിക്കകത്തുണ്ടായ വിഷയമാണ്. അന്ന് ഈ മൊയ്തീനെ കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടാണ് വടക്കാഞ്ചേരിയിൽ മൊയ്തീൻ ജയിക്കുന്നത്. ആ അന്നത്തെ മൊയ്തീൻ അല്ല ഇന്നത്തെ മൊയ്തീൻ. CPM അങ്ങനെയുള്ള കുറേ വിശേഷങ്ങളുണ്ട്. ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ കേട്ടിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടി എന്ന നേതാവ്, അബ്ദുള്ളക്കുട്ടി എന്നാൽ അത്ഭുതക്കുട്ടി എന്ന് കേട്ടിരുന്നു. ഈ അബ്ദുള്ളക്കുട്ടി എന്തായിരുന്നു? സാധാരണക്കാരനായ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു സാധാരണക്കാരനായിരുന്ന അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുവരുന്നു. ഇന്ന് അബ്ദുള്ളക്കുട്ടി എവിടെയാണ് നിൽക്കുന്നത്? ഇന്ന് BJPയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മൊയ്തീൻ്റെ കാര്യം പറയുമ്പോൾ, മൊയ്തീൻ ഒരു ബ്രാഞ്ച് അംഗമായിരുന്ന മൊയ്തീൻ മുരളീധരന് എതിരെ മത്സരിക്കുന്നു. കോൺഗ്രസിനകത്തുള്ള വിഭാഗീയത, അതായത് AI ഗ്രൂപ്പുകളുടെ അടിയിലാണ് മൊയ്തീൻ വരുന്നത്. ആ മൊയ്തീൻ ഇന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ പ്രധാന പ്രതിയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മൊയ്തീൻ എന്തിനെ വീണ്ടും മത്സരിക്കണം? മൊയ്തീനെ മത്സരിക്കുന്നത്, മൊയ്തീൻ കള്ളനല്ല, മൊയ്തീൻ ഇത് ചെയ്തിട്ടില്ല, മൊയ്തീൻ ഇതിൽ പങ്കില്ല എന്ന് തെളിയിക്കേണ്ട പാർട്ടിയുടെ ബാധ്യത ആയതുകൊണ്ടാണ്. ചില ബാധ്യതകൾ പാർട്ടിക്ക് തെളിയിക്കേണ്ടതുണ്ട്. ഇപ്പൊ പയ്യന്നൂര് ഈ മധുസൂദനൻ മത്സരിക്കുന്നത്, മധുസൂദനൻ ഇതിലൊന്നും ഭാഗമല്ല, ഇങ്ങനൊരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ഒരു ബാധ്യതയായി തീരുന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ പലരെയും നിർത്തുന്നത്. അതാണ് സത്യാവസ്ഥ. ഇപ്പൊ സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല. സരിനെ എന്തുകൊണ്ടാക്കുന്നില്ല? സരിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സരിന് ഇനി പാലക്കാട് നില ഒരിടത്ത് നിന്നാലും ജയിക്കില്ല. അത് കോൺഗ്രസിന് അറിയാം. കോൺഗ്രസ് എത്രയോ തവണ സരിന് സീറ്റ് കൊടുത്തുന്നല്ലോ. സരിന് ജയിച്ചായിരുന്നു.
സരിൻ ഇപ്പൊ പാലക്കാട് മത്സരിച്ചു, അത് കഴിഞ്ഞിട്ട് ശേഷം സരിനെ ഇപ്പൊ ഇവരെടുത്ത് പൊക്കി. CPM കാലാകാലങ്ങളിൽ ഇങ്ങനെ പാർട്ടി വിട്ട് ഇപ്പൊ കോൺഗ്രസ് വിട്ടു വന്ന ഹംസ മുതലുള്ളവരെ ഇവരിങ്ങനെ ചുമന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ അന്ന് വരെ ഈ പാർട്ടിയിൽ നിന്നവർക്ക് ആർക്കും ഒരു വിലയില്ല. അപ്പോൾ സീറ്റ് കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ മുന്നിൽ ഒരു ഇമേജ്, ഒരു വേണ്ടാത്ത രീതിയിൽ ഒരു ഇമേജ് ഉണ്ടായിരിക്കുന്നവരെ അവരെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനാണ് സീറ്റ് കൊടുക്കുന്നത്. ഇപ്പൊ രവീന്ദ്രനാഥിന് സീറ്റ് ഉണ്ടെന്ന് പറയുന്നത് പഴയ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം മത്സരിച്ചേ വരുള്ളൂ. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് കരിമണൽ കർത്ത വഴി ഉണ്ടായ ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം അന്വേഷിക്കുന്ന കേസാണ്. അപ്പോൾ കരിമണൽ കർത്തയുടെ സ്വന്തം ബന്ധുവാണ് ഈ രവീന്ദ്രനാഥ്. അപ്പോൾ ബാന്ധവം, വലിയ വലിയ മുതലാളിമാരുമായിട്ടുള്ള ബാന്ധവമൊക്കെ അറിയില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ ആ ബാന്ധവം രവീന്ദ്രനാഥ് നല്ലൊരു നേതാവൊക്കെയാണ്. പക്ഷെ ജയിക്കുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. ഇപ്പം എം സ്വരാജ്, എന്തുകൊണ്ട് എം സ്വരാജ് പിന്നെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത്, ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ നടന്നപ്പോഴത്തേക്ക് എം സ്വരാജിനെ കൊണ്ട് നിർത്തി. ആര്യാടൻ ഷൗക്കത്തിനോട് മത്സരിപ്പിച്ചു, തോറ്റു. എം സ്വരാജ് ഒരേ ഒരു തവണ എങ്ങാണ്ടോമാണ് ഈ പറയുന്ന രീതിയിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിച്ചത്, ബാബുവിനെതിരെ മത്സരിച്ച് ജയിച്ചത്. എം സ്വരാജിന് അറിയാം ഈ പാർട്ടി അസ്തമിക്കാൻ പോവുകയാണ്, തനിക്ക് സീറ്റ് വേണ്ട എന്ന് എം സ്വരാജ് ആൾറെഡി പറയുന്ന അതുകൊണ്ടാണ്. അപ്പൊ ഇത് സാധ്യതാ പട്ടികയിൽ മൊയ്തീന് പേരുണ്ടെന്ന് പറയുന്നു, എം സ്വരാജ് മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു, സരിന് സീറ്റില്ല. അപ്പോൾ ഇവിടെ കുറെ ആളുകൾ മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വിശ്വാസമില്ല, ഒരു കോൺഫിഡൻസ് വാങ്ങേണ്ടി വരും. ഇപ്പോൾ ജയിക്കിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജയിക്ക് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ അത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ജയിക്കിന് സീറ്റില്ല എന്ന് പറയുമ്പോൾ ജയിക്കിന് കൃത്യമായി അറിയാം പാർട്ടി ഒരു തോൽവിയിലേക്ക് പോയാൽ. അതെ, അത് തന്നെയാണ് ഗോവിന്ദൻ മാസ്റ്റർ മാറി നിന്നപ്പോഴും നമ്മൾ ചിന്തിച്ചിരുന്നതും അത് തന്നെയാണ്. കാരണം ഗോവിന്ദൻ മാസ്റ്റർക്ക് തോൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ കൂർമ്മ ബുദ്ധി ഉപയോഗിച്ചു എന്ന് പറയേണ്ടി വരും. ഭാര്യയെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തോൽവി മണക്കും. തീർച്ചയായിട്ടും തളിപ്പറമ്പ് എന്ന് പറയുന്ന CPM ശക്തി കേന്ദ്രമാണെന്നുണ്ടെങ്കിലും ഈ ഒരു ആന്റി ഇൻകംബൻസി നിൽക്കുമ്പോൾ തളിപ്പറമ്പിൽ ഒരു തോൽവി മണക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, പിന്നെ തലശ്ശേരിയിൽ പിന്നെ നമ്മുടെ ഷംസീർ മത്സരിക്കുന്നില്ല, ഷംസീറിന് പകരം കാരായി രാജനാണ് മത്സരിക്കുന്നത്. അതായത് സമൂഹത്തിന് മുന്നിൽ ഒരു ബ്ലാക്ക്, ഇനി അവർ കൊടിസുനിയെ കൂടെ മത്സരിപ്പിച്ചാൽ മതി, കൊടിസുനിയെ കൂടെ ഇനി സ്ഥാനാർത്ഥിയാക്കിയാൽ മതി. അപ്പൊ അതാണ് ഈ പറയുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയൊക്കെ ആയി കഴിയുമ്പോൾ ഈ ഇമേജ്, സമൂഹത്തിന്റെ മുന്നിൽ മറ്റൊരു ഇമേജ് ഉള്ളവരെ ഞങ്ങൾക്കതൊന്നും വിഷയമല്ല, ഞങ്ങൾ ഇറക്കും. അതെന്താണ്, അതിനെന്താ പറയാ, എനിക്കറിയില്ല എന്ത് പറയണം. അതെ, ഈ പറയുന്നത് പോലെ പ്രവർത്തകരുടെ എതിർപ്പോ ജനങ്ങളുടെ എതിർപ്പോ CPM-നെ ബാധിക്കില്ല എന്നുള്ളതാണ്. പ്രവർത്തകരുടെ എതിർപ്പ് നിങ്ങൾ മാറ്റി നിർത്തും, പൊതുസമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുസമൂഹത്തിന്റെ എതിർപ്പ് ഈ പാർട്ടി മാനിക്കാതെ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നോ അതിനൊക്കെ ഫലം ഈ പാർട്ടിക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവരെല്ലാം മാറുന്നത്. അത് മുൻകൂട്ടി കുറെ ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഈ പറയുന്ന മത്സരിക്കാതെ മാറുന്നവർ സ്വയം സമാധാനിക്കും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സീറ്റ് കിട്ടാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ മത്സരിക്കാതിരുന്നത് നന്നായി, നാണംകെട്ട തോൽവിയിൽ നിന്നും മാറി മത്സരിക്കാതിരുന്നത് കൊണ്ടാണ് എന്നെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ എന്നുള്ള അവരുടെ ഒരു വിശ്വാസം, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്തായാലും ക്രിമിനൽ കേസുകളിലുള്ള അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള ആളുകളെയൊക്കെ, കൊലക്കേസുകളിൽ പ്രതികളായിട്ടുള്ളവരെയൊക്കെ ഇപ്പൊ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നു, പോലീസ് വാഹനത്തിനെതിരെ പോലീസുകാർക്കെതിരെ ബോംബെറിഞ്ഞവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു. പിന്നീട് അയാൾ വിജയിച്ചു കയറുന്നു, ജയിലിൽ നിന്നുകൊണ്ട് അയാളുടെ വിധി തേടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി CPM ചേർത്ത് നിർത്തട്ടെ. ഈ പറയുന്ന റിസൾട്ട് വരുമ്പോൾ, തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ നിന്നും CPM-നെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന ഒരു റിസൾട്ട് CPM തന്നെ ഉണ്ടാക്കുമോ എന്നുള്ളത്.